മരങ്ങളുണ്ട്. ഇതിൻ്റെ നമുക്കിതിൻ്റെ പേരൊന്നും പറയാൻ കഴിയില്ല. ബൊട്ടാണിക്കൽ നെയിം എഴുതി വെക്കാമെന്ന് മാത്രം. ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ പോലും നമുക്ക് ശരിക്കും കിട്ടില്ല. ഈ സ്പെല്ലിംഗ് എന്തോ അത് തന്നെ ഇതിൻ്റെ പേര്, ഒരു കേരളീയ പേരില്ല. ഇപ്പോൾ ഒലീവ് തൈയില്ലേ, അത് ഞാൻ പിന്നെ എവിടെ നിന്ന് കൊണ്ടുവന്ന ദുബായ്, അവിടെ നഴ്സറിയിൽ നിന്ന് സംഘടിപ്പിച്ച. താങ്കൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഈ ബൊട്ടാണിക്കൽ ഗാർഡനുള്ളിൽ ഒരു കവിതയുണ്ട് എന്നാണ്. അത് ഉണ്ടല്ലോ, അത് ജിബ്രാൻ്റെ ഒരു വരി തുടങ്ങുന്ന സ്ഥലത്ത് തന്നെയുള്ളത്. മരങ്ങൾ ദൈവം ആകാശത്തിൽ എഴുതിയ കവിത അത്ര. ആ ജിബ്രാൻ്റെ ഒരു വരി. ലോകത്തിലെ ഏറ്റവും വലിയ ദാർശനികൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ജിബ്രാൻ്റെ പേരേ പറയുള്ളൂ. ഭാരതീയ നമ്മൾ ഓഷോയെ പറ്റി പറയുകയാണെങ്കിലും അത് ലോകം മൊത്തം എടുക്കുകയാണെങ്കിൽ ജിബ്രാൻ തന്നെയാണ്. ഡീപ്പായ ഒരു ഫിലോസഫി. അപ്പം അതാണ് അവിടെ എഴുതി വെച്ചാൽ. അതുകൊണ്ടാണ് വീട്ടുകാരും നാട്ടുകാരൊക്കെ എന്തു പറയും ഈ ഒരു സംഭവം കണ്ടിട്ട്? അവരിതിനെ ഒരു കാര്യമായിട്ടൊന്നും കണക്കാക്കുന്നില്ല. അവർക്ക് താല്പര്യമില്ല, വീട്ടുകാർക്കില്ല, നാട്ടുകാർക്കില്ല. ഇനി ഞങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും മരത്തിന്റെ തൈയൊക്കെ കൊണ്ടുവരണോ? കൊണ്ടുവരും. ഈ നാട്ടുകാർ എന്നെ ഏൽപ്പിക്കാറുണ്ടല്ലോ. എന്നെ പരിചയമുള്ള പല ആൾക്കാരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വിത്തോ എന്തെങ്കിലും അവർക്ക് വേണ്ടാത്തത് കിട്ടിയാൽ എന്നെ ഏൽപ്പിക്കുന്നത്. ഞാനാണ് സംരക്ഷിച്ച് നട്ടുപിടിപ്പിക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തകരെ കുറിച്ച് എന്താണ്? ഇപ്പോൾ നല്ല അഭിപ്രായങ്ങളേ ഉള്ളൂ. ഇപ്പോൾ സുഗതകുമാരി ടീച്ചറുടെ കവിതകൾ, അയ്യപ്പ പണിക്കരെ കാടുവിടെ മക്കളെ എന്ന കവിതയൊക്കെ ഉണ്ടല്ലോ. അത് എനിക്ക് അവരെപ്പറ്റി നല്ല അഭിപ്രായങ്ങളേ ഉള്ളൂ. കുറേ പരിസ്ഥിതി പ്രവർത്തകന്മാരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഈ മരങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ ഒരു തനിമ നിലനിന്ന് പോരുന്നത് എന്ന് എനിക്കൊരു. നാട്ടിലെ ഒരു പ്രാദേശിക സംഘടന ഞങ്ങൾ പരിസ്ഥിതി ക്ലബ്ബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലല്ലാതെ മറ്റുള്ള ക്ലബ്ബുകൾ ഞാൻ അല്ല. പല ആൾക്കാരും എന്നെ അറിയില്ല. അറിയപ്പെടാൻ വേണ്ടി ഞാൻ എവിടെയും പോകാറില്ല. എനിക്ക് സമയം കിട്ടാറില്ല. നമുക്ക് ഉള്ള ഒരു പരിമിതമായ ഒരു സാമ്പത്തിക ഇത് വെച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ഒരുപാട് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഞാൻ ഇതേപ്പറ്റി പ്രസംഗിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരാൾ വളർന്നു വരികയാണെങ്കിൽ ഇതേക്കാൾ ഒരു വലിയ കാട് വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഈ വൃക്ഷങ്ങളെ നിലനിർത്തിക്കൊള്ളട്ടെ, അല്ല അതിന് എൻ്റെ ഒരു ചെറിയ സംരംഭം അതിന് ഉതകട്ടെ എന്ന എൻ്റെ പ്രാർത്ഥന. സത്യത്തിൽ ആദ്യം ഇതിനെപ്പറ്റിയൊക്കെ കേൾക്കുകയും അറിയുകയും ചെയ്തപ്പോൾ ഇത് ശരിക്കും ഇയാൾക്ക് നല്ല സുഖമില്ലേ എന്നായിരുന്നു തോന്നിയിരുന്നത്. പക്ഷേ പിന്നീട് ഇത് കാണുകയും ചെയ്തപ്പോൾ ഇത് വരും തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും ചെയ്യുന്ന ഒരു മഹത്തായ സംഭവമാണെന്നാണ് എനിക്ക് തോന്നിയത്. വളരെ വിലപ്പെട്ട ഈ ഞങ്ങളെ ഏരിയ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ജനങ്ങൾ ഒരുപാട് തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം 10 സെന്റ് സ്ഥലം വീതം വെച്ച് മുറിച്ച് വിൽക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കാനുള്ള സ്ഥലമുണ്ടത്. പക്ഷെ അതൊന്നും ചെയ്യാതെ അന്യം നിന്ന് പോകുന്ന മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ സ്റ്റൈലിൽ ചെയ്യുമ്പോൾ സത്യത്തിൽ ഒരു മഹാ അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഇപ്പോൾ അവിടെ കാണുന്ന പല മരങ്ങളും എന്താണെന്ന് പോലും വരും തലമുറക്ക് അറിയാത്ത തരത്തിലുള്ള നശിച്ചുകൊണ്ടിരിക്കുന്ന മരങ്ങളാണ്. ഇതൊക്കെ അവിടെ അങ്ങനെ നിലനിന്ന് പോവുകയാണെങ്കിൽ വരും തലമുറക്ക് ഇത് വലിയൊരു സമ്പത്ത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പ്രവാചകൻ മുഹമ്മദ് പറയണ്ടായി ഒരിക്കൽ, ഈ ലോകം അവസാനിക്കാൻ പോവുകയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തന്നെയും ഒരാളെ കയ്യിൽ ഒരു വിത്ത് ഉണ്ടെങ്കിൽ അത് വെച്ച് പിടിപ്പിക്കണം. അതേപോലെ ഇപ്പം നമ്മൾ ഓരോ ആൾക്കാരും ചെയ്യേണ്ടത് അവരവരുടെ സാഹചര്യങ്ങൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് പരമാവധി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, എന്നിട്ട് ഈ പരിസ്ഥിതിയോട് കൂറ് പ്രഖ്യാപിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏത് പ്രളയവും പുനർനവത്തിന്റെ ഒരു കനി ഭാവിയിലേക്ക് പ്രക്ഷേപിക്കുന്നുണ്ടെന്ന് മുഹമ്മദ് കോയ വിശ്വസിക്കുന്നു. 10ാം ക്ലാസ് തോറ്റുവെങ്കിലും ജീവിതത്തിൽ സ്വന്തം അഭിരുചികളിൽ ഉയർക്കാൻ അയാൾക്ക് ത്രാണി നൽകിയത് ഈ പ്രപഞ്ചബോധമാണ്. വാപ്പ കുഞ്ഞാമുട്ടി ഹാജിയിൽ നിന്ന് ലഭിച്ച വായനാഭിമുഖ്യം ലോക ക്ലാസിക്കുകളുമായി മുഹമ്മദ് കോയയെ അടുപ്പിച്ചു. പ്രകൃതിയിലേക്കും മനുഷ്യപ്രകൃതിയിലേക്കുമുള്ള തന്റെ കാഴ്ചകളെ അത് വിപുലമാക്കി. തന്നിലൊരു കഥാകാരനുണ്ടെന്ന് തിരിച്ചറിയാനും അക്ഷരലോകത്തിലൂടെയുള്ള സഞ്ചാരം മുഹമ്മദ് കോയയെ ഏറെ സഹായിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് തോറ്റു. പിന്നെ എഴുതിയില്ല? ഇല്ല, പിന്നെ 141 മാർക്കുള്ളത്. പിന്നെ എന്തിനെഴുതണം? അതിലെനിക്ക് ചരിത്രം, മലയാളം ഈ 2 വിഷയങ്ങളിലെ മാർക്ക് കിട്ടിയിട്ടുള്ളൂ. മറ്റുള്ള വിഷയങ്ങൾ എന്തിനാ പഠിക്കുന്നത് എനിക്ക് അന്നും മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. അതിൽ ഞാൻ ഏറ്റവും മാതൃകയാക്കുന്നത് സർ ആർതർ കോനൻ ഡോയിലിൻ്റെ ഷെർലക് ഹോംസ് എന്ന കഥാപാത്രമാണ്. ഷെർലക് ഹോംസിന് കുറ്റാന്വേഷണം മാത്രമേ അറിയുള്ളൂ. അദ്ദേഹത്തിന് ഭൂമി
സൂര്യൻ ചുറ്റിയാൽ 365 ദിവസം വേണോ വേണ്ടേന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് മറ്റുള്ള സംഗതിയൊന്നും അറിയില്ല. അദ്ദേഹത്തിന് അറിയുന്ന ഒരേ ഒരു വിഷയം കുറ്റാന്വേഷണം. അതേപോലെ എനിക്ക് ഈ വിഷയത്തിലെ താല്പര്യമുള്ളൂ. അതല്ലാതെ ഒരു കണക്കിൻ്റെ LCM ലഘുതമ സാധാരണ കൂടി ഞാൻ എന്തിനു മനസ്സിലാക്കണം? ഒരു ആംഗിൾ 90 ഡിഗ്രി ആണോ അല്ലേ എന്ന് അറിഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാൻ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ പഠിപ്പിക്കുന്നുണ്ടോ? താല്പര്യമുള്ള അവർ കുട്ടികൾ പോലും ഞാൻ പഠിക്കാൻ വേണ്ടി ബാക്കിൽ പുഷ് ചെയ്തിട്ടില്ല. അവർക്ക് ജന്മവാസം ഉണ്ടെങ്കിൽ അവർ പഠിക്കും, ഇല്ലെങ്കിൽ പുഷ് ചെയ്തുകൊണ്ട് ഒരാളും പഠിക്കുകയില്ല. ഒരു പ്രതിഭ ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല, കെടുത്താനും കഴിയില്ല. സാഹിത്യത്തിൽ എങ്ങനെയാണ് താല്പര്യം ഉണ്ടായത്? ജന്മവാസന ബാപ്പക്കുണ്ടായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഒരു ജനകീയ ലൈബ്രറി സ്ഥാപിച്ചത് എൻ്റെ ബാപ്പ. ഐക്യ കേരള വായനശാല. നല്ലൊരു വായനക്കാരായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ഈ വായനാശീലം വന്നത്. ആയിരിക്കണം. കഥകളൊക്കെ എഴുതാറുണ്ടെന്ന് കേട്ടത്. ആ, എത്ര കഥ എഴുതിയിട്ടുണ്ട്? ഒരു പ്രസിദ്ധീകരിച്ച കഥ ഒരു 10-20 പ്രസിദ്ധീകരിച്ചു. ആനുകാലികങ്ങളിൽ ഒരു 10-20 കഥ പ്രസിദ്ധീകരിച്ചു. അതിൽ 12 കഥ ഇപ്പോൾ അടുത്ത ലിപി പുസ്തകമാക്കുന്നുണ്ട്. അടുത്ത 2 ഈ മാസം 25-ന് ഇറങ്ങും. നോവല് ഒരെണ്ണം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു, ഒലീവ്. ഒരെണ്ണം ഇപ്പോൾ ഇങ്ങനെ സീരിയസ് ചെയ്ത് വരുന്നുണ്ട്. നോവലിന്റെ പേര് ഉറുമ്പുകളുടെ ഘോഷയാത്ര. അല്ല, വേറെ ഒന്നുണ്ടല്ലോ. ഇപ്പോൾ ഷാർജയിൽ ദുഃഖപുത്രി അല്ലേ, അത് വന്നല്ലോ. മരങ്ങളോടുള്ള ഈ സ്നേഹം കഥകളിലും ഒക്കെ വരാറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ഞങ്ങൾ ഈ പ്രദേശത്തിൻ്റെ പേര് ആരംഭം എന്നാണ്. ആരംഭം. പക്ഷെ അത് പൂർവികന്മാരായ ആരംഭത്തുകാർ ചോദിച്ചു നോക്കിയ സമയത്ത് ഈ നാടിന് പണ്ടുള്ള പേര് ആരാമപുരം എന്നായിരുന്നു അത്രേ. ആരാമപുരം. ആരാമം എന്ന് പറഞ്ഞാൽ എന്താ? പൂന്തോട്ടം. അതെ. താങ്കളെ സ്വാധീനിച്ചിട്ടുള്ള പുസ്തകങ്ങള്, അതിന്റെ കഥാപാത്രങ്ങള്? മലയാളത്തിന് പുറത്ത് വിക്ടർ യുഗോ 125 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ലെ മിസറബിൾ, പാവങ്ങൾ, അതാണ് എന്നെ ആകർഷിച്ച ഏറ്റവും നല്ല പുസ്തകം. വിക്ടർ ഭവനം എന്ന വീട്ടിൽ അദ്ദേഹം താമസിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ എൻ്റെ പേരെക്കൂട്ടി കിട്ടിയിട്ടുണ്ട്. സിംബ്ലിസ് എന്നൊരു നേഴ്സിൻ്റെ ജിൻവാൽജിയിലാണ് അതിലെ കഥാപാത്രം. ഒരു നിർണായക സമയത്ത് ജിൻവാൽജിനെ രക്ഷപ്പെടുത്തിയത് ആ പെൺകുട്ടി, ആ സ്ത്രീയാണ്, കന്യാസ്ത്രീയാണ് സിംബ്ലിസ്. ആ കഥാപാത്രത്തിൻ്റെ പേര് എൻ്റെ പേരക്കുട്ടിക്ക് ഇട്ടുകൊണ്ട് ഞാനൊരു കടമ ഈ ഉപയോഗം നിർവഹിച്ചിട്ടുണ്ട്. ഒരു മരത്തൈ നടുന്നയാൾ എന്തൊക്കെ നടുന്നു? സൂര്യന്റെയും ആകാശത്തിന്റെയും സൗഹൃദത്തെ, സ്വച്ഛന്ത മരുത്തിന്റെ കൊടിക്കൂറയെ, ഉത്തുംഗ ശൃംഗത്തിലേക്ക് ഉയർന്നു പോകുന്ന സൗന്ദര്യ സ്തൂപത്തെ. VMK ബൊട്ടാണിക്കൽ ഗാർഡൻസിന്റെ ഹരിത സാന്ദ്രതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഹെൻറി ബെണ്ണറുടെ വൃക്ഷഹൃദയം എന്ന കവിതയിലെ ഈ വരികൾ നാം ഓർത്തുപോകുന്നു. ആരംഭം ഗ്രാമത്തിന്റെ ശിഖരസ്ഥാനത്ത് താൻ വളർത്തിയെടുക്കുന്ന ഈ ആരണ്യകം പൂത്തും തളിർത്തും കനിയായും വിത്തായും ഒരിക്കൽ നാടിന്റെ യാഗ ജൈവ സംസ്കൃതിയുടെ കലവറയായി തീരുമെന്ന് മുഹമ്മദ് കോയ മോഹിക്കുന്നു. ഇതിനോടൊക്കെ നാട്ടുകാരുടെ പ്രതികരണം എന്താണ്? നാട്ടുകാരുടെ പ്രതികരണം നിസ്സംഗത. അവർക്ക് അത് വെച്ച് പിടിപ്പിച്ചാലും കുഴപ്പമില്ല, അത് വെച്ച് പിടിപ്പിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പ്രത്യേകിച്ചൊരു പ്രോത്സാഹനമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിരുത്സാഹപ്പെടുത്തലൊന്നും അവരെ കയ്യിലില്ല. അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല. ഇപ്പം എൻ്റെ ഈ നാട്ടിൽ ഇതിൽ പകുതി പേര് ഇത് കണ്ടോ എന്ന് എനിക്കറിയില്ല. തൊട്ടടുത്താണ് ഒരു ഹൈസ്കൂളിൽ. ആ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളിൽ എത്ര പേര്, അധ്യാപകന്മാരിൽ, ഇനി ബോട്ടണി പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ തന്നെയോ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെയോ ഇത് വന്ന് കണ്ടോ എന്നും എനിക്കറിയില്ല. കുറേ ആൾക്കാർക്ക് വന്ന് കാണാറുണ്ട്, വിദ്യാർത്ഥികളും അധ്യാപകരൊക്കെ. സന്ദർശകരൊക്കെ ഉണ്ടല്ലേ? പിന്നെ ഒരുപാട് ഗവേഷകന്മാർ, മരങ്ങൾ കാണാൻ വരുന്ന ആൾക്കാർ, പരിസ്ഥിതി പ്രവർത്തകന്മാർ ഒക്കെ വന്ന് കണ്ടുപോകുന്നുണ്ട്. വേറെ എവിടെയുള്ള മരങ്ങൾ ഇതെന്തായി തീരണമെന്ന് ചോദിച്ചാൽ മരങ്ങൾ കാണാത്തവർക്ക് മരങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരണം. പിന്നെ ഇതേപ്പറ്റി ഗവേഷണം നടന്ന വിദ്യാർത്ഥികൾക്ക് ഇതായിരിക്കണം ഗവേഷണ കേന്ദ്രം. പിന്നെ ഈ നാടിൻ്റെ ഏറ്റവും ഉയരത്താണ് എൻ്റെ ഈ മരങ്ങളെയും കാടുള്ളത്. ഇവിടെ നിന്ന് ചെറിയ വിത്തുകളൊക്കെ കൊണ്ടുപോയിട്ട് പക്ഷികളൊക്കെ ഇട്ട് ഈ ഗ്രാമത്തിന് നാനാഭാഗങ്ങളിട്ട് ഈ ഗ്രാമം മൊത്തം ഒരു പൂങ്കാവനമായി മാറണം. ഈ മരങ്ങളുടെ മ്യൂസിയം കൂടിയായി മാറണം ഇത്.